ഹലോ +2 സ്റ്റുഡൻസ്, ക്രിസ്മസ് എക്സാംസ് ഒക്കെ എത്തിയല്ലേ? അപ്പം നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട എന്ന് നമ്മൾ മാരത്തോൺ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് സമയത്തേക്ക് പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? കുറച്ച് ദിവസമേ ഉള്ളൂ. ലാസ്റ്റാണ് നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ എക്സാം വരുന്നതെന്നുണ്ടെങ്കിലും തൊട്ട് മുന്നേ മറ്റ് എക്സാംസ് വരുന്നത് കൊണ്ട് എക്കണോമിക്സ് പഠിക്കാൻ ചിലപ്പോൾ ഒരു ദിവസമോ 1.5 ദിവസമോ അല്ലെങ്കിൽ അര ദിവസമോ ഒക്കെ കിട്ടത്തുള്ളൂ എക്കണോമിക്സിൻ്റെ പഠിക്കാനായിട്ട്. നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് വേറെ വല്ല എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കിട്ടുന്ന സ്റ്റഡി പീരീഡ് തന്നെ കുറയും. അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് 6-7 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സമയത്ത് ഏതൊക്കെ പോർഷൻസിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം, പെട്ടെന്ന് ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഏതൊക്കെയാണ് കീ ഏരിയാസ് എന്ന് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചാപ്റ്റർ 4 മൈക്രോ എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 4 ആണ്, തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലുള്ള ഒരു ആ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോർമലി ചോദിച്ച് കാണാറുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. റാൻഡം ആയിട്ടുള്ള അറ്റംപ്റ്റുകളിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനും സെക്കൻഡ് ടേമിൽ എക്സാമിനും ഒക്കെ ചോദിക്കാറുണ്ട്. ഏതാണ് ആ ക്വസ്റ്റ്യൻ നോക്കിയാലോ? വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഡെഫിനേഷൻ നന്നായിട്ട് കൊടുക്കണേ. ആ ഡെഫിനേഷൻ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ആ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചേർത്തുള്ള ഒരു ഡെഫിനേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഡെഫിനേഷൻ എഴുതണം, ഫീച്ചേഴ്സും. ഒരു കൂടിപ്പോയ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ഓക്കെ, ഒരു ഈസി ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവർക്കും തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ പറ്റിയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നീട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റവന്യൂ എന്ന കോൺസെപ്റ്റിനെ പറ്റിയൊക്കെ എന്താണ്, വളരെ ഈസിയാണ് അല്ലേ? ഒരു ഫേം അവരുടെ ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്ന വഴി കിട്ടുന്ന ആ ഒരു ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? റവന്യൂ. 3 ടൈപ്പ് വരും: ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. 3 കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. 3 കോൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ. ടോട്ടൽ ഔട്ട്പുട്ട് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ഇൻകമാണ് ടോട്ടൽ റവന്യൂ. ആവറേജ് അല്ലെ, ടോട്ടൽ റവന്യൂനെ എത്ര ഔട്ട്പുട്ട് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആവറേജ് റവന്യൂ. അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്ന വഴി കിട്ടുന്ന അഡീഷണൽ ഇൻകമാണ് മാർജിനൽ റവന്യൂ. ഈ 3 റവന്യൂസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചോദിക്കാം. ഔട്ട്പുട്ടും പ്രൈസും തന്നിട്ട് ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, കീ ഏരിയ ആയ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു ഫേം എപ്പോഴാണ് ഈക്വിലിബ്രിയം ആകുന്നത് അത് എഴുതുമ്പോൾ അതിൻ്റെ തിയറി പാർട്ട് നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ജനറൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിത്ത് ഗ്രാഫ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഗ്രാഫ് ഉൾപ്പെടെ തന്നെ നിങ്ങൾ എഴുതണം. പിന്നെ എന്താണ്, ആ കണ്ടീഷൻസ് എഴുതണം. ഒരു ഫേം ഷോർട്ട് റണ്ണിലാണെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്, 3 കണ്ടീഷൻ. ലോങ് റണ്ണിലാണെങ്കിൽ 3 കണ്ടീഷൻ. ഷോർട്ട് റണ്ണിലാണെങ്കിലും ലോങ് റണ്ണിലാണെങ്കിലും 2 കണ്ടീഷൻസ് സെയിം ആണ്. ലാസ്റ്റ് ഒരു കണ്ടീഷൻസ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. 3 കണ്ടീഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം ഒരു ഫേമിന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും. ഓക്കെ, ഇത് ഏത് വരച്ചാലും ഗ്രാഫ് കൊടുക്കണം കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ ഗ്രാഫ് എക്സാമിന് വരച്ചിരിക്കണം. ദെൻ ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റുണ്ട്. ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്. പിന്നെ കോസ്റ്റ് ആണെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതൊക്കെ എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യന് 2 or 3 മാർക്സിന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്, വാട്ട് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്ന്. ലാസ്റ്റ് ആ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് സപ്ലൈ എന്ന്. നമ്മൾ ഡിമാൻഡൊക്കെ ഫസ്റ്റ് ടേമിൽ പഠിച്ചു. സപ്ലൈ എന്താണെന്ന് കൂടുതൽ ഡെഫിനിഷനോടെ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 4 നമ്മൾ പഠിക്കുന്നത് എന്താണ് സപ്ലൈ എന്ന്. സപ്ലൈക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ സപ്ലൈ പഠിക്കണമെങ്കിൽ എന്താണ്, ലോ ഓഫ് സപ്ലൈ അറിയണം അല്ലേ? ലോ ഓഫ് സപ്ലൈ എഴുതണം. ലോ ഓഫ് ഡിമാൻഡ് പോലെ ലോ ഓഫ് സപ്ലൈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് സപ്ലൈ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് സപ്ലൈ ഷെഡ്യൂള്, എന്താണ് സപ്ലൈ കേർവ്, ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ സപ്ലൈ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒരു ഫേമിൻ്റെ സപ്ലൈ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്, യൂണിറ്റ് ടാക്സ്, പ്രൈസ് ഓഫ് ഇൻപുട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, 3-4 മാർക്കുകൾക്ക് ചോദിക്കും. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എ സപ്ലൈ കർവ് ഓഫ് എ ഫേം? ഒരു ഫേമിന്റെ സപ്ലൈ കർവിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ടെക്നോളജിയിൽ വരുന്ന പ്രോഗ്രസ്, യൂണിറ്റ് ഓഫ് ടാക്സ്, പ്രൈസ് ഓഫ് ഇൻപുട്ട്. ഈ 3 പോയിന്റ്, ഈ കീവേഡ്സ് എഴുതി നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് മൊത്തം പഠിച്ചിട്ട് പോകാൻ ടൈം ഇല്ലെങ്കിൽ അല്ല അറിയാത്തവരാണെങ്കിൽ ഈ നെയിംസ് എഴുതി വെക്കണം. എക്സ്പ്ലെയിൻ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആ ക്വസ്റ്റിന് കിട്ടും.
ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി, ഈ ഫാക്ടേഴ്സ് ഓഫ് സപ്ലൈക്ക് വരുന്ന ചേഞ്ച് അനുസരിച്ച് എങ്ങനെ സപ്ലൈക്ക് ചേഞ്ച് വരും അല്ലേ. ഒരു റെസ്പോൺസ് ആ ഡിഗ്രി, ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കും, തിയറി ആയിട്ടും ചോദിക്കും, പ്രോബ്ലംസും ചോദിക്കും, തിയറിയും ചോദിക്കും, പ്രോബ്ലംസും ചോദിക്കും, തിയറിയും ചോദിക്കും. ഇതിനകത്താണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈസ് 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉണ്ടല്ലേ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് സപ്ലൈ, ഇലാസ്റ്റിക് സപ്ലൈ, ഇൻ ഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ഇങ്ങനെയുള്ള ആ ഒരു 5 കാര്യങ്ങളും പഠിച്ചിരിക്കണം. അവരുടെ ഗ്രാഫ് പഠിക്കണം, അവരുടെ വാല്യൂ അല്ലെ, ഇലാസ്റ്റിക് ഓഫ് സപ്ലൈ ഏത് വാല്യൂ, 1 വരുമ്പോൾ, ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ, അതുപോലെ തന്നെ 0 വരുമ്പോൾ, ഇൻഫിനൈറ്റ് വരുമ്പോൾ, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, മാറിപ്പോകരുത്. ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു വാല്യൂസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഗ്രാഫ് വന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മോർ ഫോക്കസ് കൊടുക്കണം, സപ്ലൈയുടെ ഫാക്ടേഴ്സിന് മോർ ഫോക്കസ് കൊടുക്കണം, അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മോർ ഫോക്കസ് കൊടുക്കണം. അതൊരു എ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കണം. എ ബി ആയിട്ട് ക്ലാസിഫൈ ചെയ്താൽ എ ലെവലിൽ തന്നെ പഠിച്ചിട്ട് പോകണം, നിർബന്ധമായും പഠിക്കണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 2-3 മാർക്കിന് ചോദിക്കുന്നതാണ്, അതും പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിന് കിട്ടും. ഓക്കെ, ഈ ചാപ്റ്റർ വളരെ ഈസി ചാപ്റ്റർ ആണ്, പഠിച്ചിട്ട് പോവുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പഠിച്ചിട്ട് പോകണേ, മറക്കരുതേ, ഇത് നിങ്ങൾക്ക് ഉള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.